ഹായ് ഓൾ. മാനേജ്മെന്റ് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ടുകളിലൂടെ നമ്മൾ 7 ടോപ്പിക് ഏരിയാസിന് പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തെ ടോപ്പിക് ഏരിയയിലേക്ക് പോകുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ERP, TQM, OR പോലുള്ള ടോപ്പിക്കുകളെല്ലാം വരുന്നത് എട്ടാമത്തെ ടോപ്പിക്കിലാണ്. സോ എട്ടാമത്തെ യൂണിറ്റിലാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എട്ടാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആ സെഷൻ പറയുന്നത് എ ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇംപ്ലൈസ് ദ ഡേറ്റ പോയിന്റ്സ് ആർ ക്ലോസ്ലി ക്ലസ്റ്റേർഡ് അറൌണ്ട് ദി മീൻ. A standard deviation measures the average dispersion from the mean. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇംപ്ലൈസ് ദാറ്റ് ഡേറ്റ പോയിന്റ്സ് ആർ ക്ലോസ്ലി ക്ലസ്റ്റേഡ്. ക്ലസ്റ്റർ കൂടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്ലസ്റ്റർ അങ്ങോട്ടേക്ക് എത്രമാത്രം ഡിസ്പേഴ്സ്ഡ് ആണ് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നത്. മീനിൽ നിന്ന് എത്രമാത്രം അകലെയാണ്, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇംപ്ലൈസ് ഡേറ്റ പോയിന്റ്സ് ആർ നോട്ട് ക്ലോസ്ലി ക്ലസ്റ്റേഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അസഷൻ പറയുന്നത് തെറ്റാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷേഴ്സ് ദി ആവറേജ് ഡിസ്പേഷൻ ഫ്രം ദി മീൻ. മീനിൽ നിന്ന് എത്രമാത്രം അകലെയാണ് ഓരോ ഡേറ്റ പോയിന്റ്സ് കിടക്കുന്നത്, അതിന്റെ ആവറേജ് ഡീവിയേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷർ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, അതായത് നമ്മളുടെ റീസൺ ശരിയാണ്, പക്ഷെ അസഷൻ തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ERP integrates all functional areas in an organization. ERP eliminates the need for data duplication and improves data consistency. ERP integrates all functional areas in the organization. That is right. Enterprise resource planning ആണ് എല്ലാ ഫങ്ഷണൽ ഏരിയാസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇറ്റ് എലിമിനേറ്റ്സ് ദി നീഡ് ഫോർ ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഇംപ്രൂവ്സ് ഡേറ്റ കൺസിസ്റ്റൻസി. അതും ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ പെർട്ട് ഈച്ച് ആക്ടിവിറ്റി ഹാസ് എ സിംഗിൾ ഡിറ്റർമിനിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. PERT is used for projects with certainty and task duration. Certainty in task duration. So PERTിന്റെ കേസിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് PERT യൂസസ് 3 എസ്റ്റിമേറ്റ്സ്. അതായത് ഇവിടെ ഓർക്കേണ്ടത് PERT പറയുന്നത് എന്താ, ആക്ടിവിറ്റി ആസ് എ സിംഗിൾ ഡിറ്റർമിനിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്നാണ്. ഒറ്റ ടൈം ലെവൽ വെച്ചിട്ടല്ല ഇത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 3 എസ്റ്റിമേറ്റ്സ് ഉണ്ട്. ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ലെവലിൽ ടൈം എത്രയാണ്, അതേപോലെ പെസിമിസ്റ്റിക് ലെവലിൽ, ദെൻ അതോടൊപ്പം തന്നെ മോസ്റ്റ് ലൈക്ലി. ഇങ്ങനെ 3 എസ്റ്റിമേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ടൈം ഐഡന്റിഫൈ ചെയ്യുന്നത്. അതും സർട്ടൻ ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ടല്ല, അൺസർട്ടൻ ഇവൻറ്റ്സിലാണ്. സർട്ടൻ ഇവൻറ്റ്സിൽ നമ്മൾ ഈ ടൈംസ് കണ്ടുപിടിക്കുന്നത് പെട്ടല്ല. അപ്പോൾ അൺസർട്ടൻ ആയിട്ട് ഇവൻറ്റ്സ് അൺസർട്ടൻ ആണ് എങ്കിൽ ആ സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അൺസർട്ടൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ 3 എസ്റ്റിമേറ്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു: ഒപ്റ്റിമിസ്റ്റിക് എസ്റ്റിമേറ്റ്, പെസിമിസ്റ്റിക് ആൻഡ് മോസ്റ്റ് ലൈക്ലി. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പെർട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത്, chi-square ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറിക്കൽ വേരിയബിൾസ്. chi-square ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് ലൈക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. അതായത് എത്രമാത്രം ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറിക്കൽ വേരിയൻസ്. കാറ്റഗറിക്കൽ വേരിയൻസ് എത്രമാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് chi-square ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഇത് സിമെട്രിക് അല്ല, നോൺ സിമെട്രിക് ആണ്. സ്ക്യൂഡ് ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ chi-square ടെസ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, കേസ് ആൻഡ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് ഇൻ ക്വാളിറ്റി. ഇറ്റ് ഈസ് എ ജാപ്പനീസ് ഫിലോസഫി ദാറ്റ് പ്രൊമോട്ട്സ് എ കൾച്ചർ ഓഫ് ഗ്രാജുവൽ കൺസിസ്റ്റന്റ് ചേഞ്ച്. സോ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂളാണ്. ഗ്രാജുവലി നമ്മളിങ്ങനെ ഓരോ ഓരോ ലെവലിലും എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഓരോ ലെവലിലും ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് കേസ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ കേസ് ആൻഡ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് ഇൻ ക്വാളിറ്റി. ഇറ്റ് ഈസ് എ ജാപ്പനീസ് ഫിലോസഫി ദാറ്റ് പ്രൊമോട്ട്സ് കൾച്ചർ ഓഫ് ഗ്രാജുവൽ ആൻഡ് കൺസിസ്റ്റന്റ് ചേഞ്ച്. സോ രണ്ട് കാര്യങ്ങളും പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്ക്രീറ്റ്. തന്നിരിക്കുന്നതിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പൊണൻഷ്യൽ, പേഴ്സൺ ആൻഡ് യൂണിഫോം. പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്ക്രീറ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് മോഡൽസ് നമ്പർ ഓഫ് ഇവന്റ്സ് ഇൻ എ ഫിക്സ്ഡ് ഇന്റർവെൽ. സോ ഓരോ ഇന്റർവെല്ലും ഇവന്റും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ട് കാണിക്കുന്നത് പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഓർത്തേക്കുക. അടുത്തത്, വിച്ച് ടെക്നിക് ഈസ് ഇൻ ഓപ്പറേഷൻസ് റിസർച്ച് ഈസ് യൂസ്ഡ് ഫോർ ഓപ്റ്റിമൈസിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുക
ആ ഒരു പർപ്പസ് വെച്ചുകൊണ്ട് ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, റൈറ്റ്? ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ എയിം എന്ന് പറയുന്നത് മിനിമൈസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സോഴ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സിൽ നിന്നും ഈ ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന വരെയുള്ള കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് വരുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 3, ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ ചാർട്ട്സ് ആർ യൂസ്ഡ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ടു. കൺട്രോൾ ചാർട്ടിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിരിക്കുന്നത്, കൺട്രോൾ ചാർട്ട്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, മോണിറ്റർ പ്രോസസ് വേരിയേഷൻ ഫോർ ഓവർ ടൈം. കൺട്രോൾ ചാർട്ട് ഡീവിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. അപ്പോൾ പ്രോസസ്സിന് ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനാണ് കൺട്രോൾ ചാർട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ കൺട്രോൾ ചാർട്ട്സ് ഡിറ്റക്ട് വേരിയേഷൻ ഇൻ പ്രോസസ് ഫോർ എയർലി കറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 എറർ റെഫേഴ്സ് ടു. ടൈപ്പ് 1 എറർ എന്താണ്? നൾ ഹൈപ്പോത്തസിസ് 2 ആകുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അതായത് ടൈപ്പ് 1 എറർ ഈസ് ഈക്വൽ ടു ഫോൾസ് പോസിറ്റീവ്, ദാറ്റ് മീൻസ് റിജക്റ്റിംഗ് ദി ട്രൂ നൾ ഹൈപ്പോത്തസിസ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമ്പോണന്റ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQM കോമ്പോണന്റ് എന്താണെന്ന് വെച്ചിരിക്കുന്നത്, കസ്റ്റമർ ഫോക്കസ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. നോട്ട് എ കോമ്പോണന്റ്, റൈറ്റ്? കോമ്പോണൻസ് ഇപ്പോൾ ഏതൊക്കെയാണ്? കസ്റ്റമർ ഫോക്കസ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇതെല്ലാം TQM കോമ്പോണൻസ് ആണ്. എന്നാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് നോട്ട് എ ഡയറക്റ്റ് കോമ്പോണന്റ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ മാനേജ്മെന്റിലെ സ്റ്റാറ്റിസ്റ്റിക് എലമെന്റുകളിൽ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, സെൻട്രൽ ടെൻഡൻസി 3 മെഷേഴ്സ് ഉണ്ട്, മീൻ, മീഡിയൻ, മോഡ്. അതെല്ലാം എന്താണെന്നും എങ്ങനെയാണെന്നും കൃത്യമായിട്ട് നോക്കുക. ദെൻ ഡിസ്പേഴ്ഷനിലേക്ക് വരുമ്പോൾ റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എത്രമാത്രം ഡിസ്പേഴ്സ്ഡ് ആണ്, എത്രമാത്രം സ്പ്രെഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ ടൂളുകളെല്ലാം ഉപയോഗിക്കുന്നത്. ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 രീതിയിലാകാം, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ അവിടെ പറയുന്ന എക്സാമ്പിൾസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ ആണ്. ദെൻ നോർമൽ ആൻഡ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ ആണ്. കോറിലേഷൻ മീൻസ് മെഷേഴ്സ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അവ തമ്മിലുള്ള എത്രമാത്രം റിലേറ്റഡ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇപ്പോൾ സാലറിയിലുള്ള ഡിഫറൻസ് എങ്ങനെ നമ്മളുടെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 വേരിയബിളുകൾ തമ്മിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ആക്ച്വലി കോറിലേഷൻ, എത്രമാത്രം റിലേറ്റഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ റിഗ്രഷൻ പ്രെഡിക്ട്സ് ദി വാല്യൂ ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ബേസ്ഡ് ഓൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്ന മാറ്റം ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് റിഗ്രഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഡിഫറെൻറ്റ് ടൂളുകൾ, ടി ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഇതെല്ലാം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ദെൻ സാമ്പിളിംഗ് ആൻഡ് ഡേറ്റ കളക്ഷൻ, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്ന് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഡേറ്റ കളക്റ്റഡ് ഫ്രം ഫസ്റ്റ് ഹാൻഡ്, നമ്മൾ സർവേ നടത്തി, നമ്മൾ ക്വസ്റ്റ്യനെയർ ക്രിയേറ്റ് ചെയ്ത് നമ്മളായിട്ട് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് പ്രൈമറി ഡേറ്റ. സർവേസ്, ഇൻ്റർവ്യൂസ്, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വഴി കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം പ്രൈമറി ഡേറ്റയാണ്. സെക്കൻഡറി ഡേറ്റ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ ആണെങ്കിൽ അതിന് നമുക്ക് സെക്കൻഡറി ഡേറ്റ എന്ന് പറയാം. കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് സോഴ്സസ് ലൈക്ക് ജേണൽ, റിപ്പോർട്ട്സ്, എക്സെട്ര. ദെൻ സാമ്പിളിംഗ് മെത്തേഡ്സിലേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പ്രോബബിലിറ്റി സാമ്പിളിംഗിന് എക്സാമ്പിൾ ആണ് റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് തുടങ്ങിയവ. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന് എക്സാമ്പിൾ ആണ് കൺവീനിയൻസ് ഓർ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. ദെൻ സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും ഉണ്ട്. സോ ഈ 2 തരത്തിലുള്ള എറേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള ടോപ്പിക് ഏരിയാസ്, ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത് വൺ ഈസ് ഫെസിലിറ്റി ലേഔട്ട്, പ്രൊഡക്റ്റ് ലേഔട്ട് എങ്ങനെയാണ്, പ്രോസസ് ലേഔട്ട്, ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ട്, സെല്ലുലാർ ലേഔട്ട് തുടങ്ങിയിട്ടുള്ള ടൈപ്സിന്റെ മീനിങ് എന്താണ് ഇങ്ങനെ നോക്കണം. അതോടൊപ്പം പ്രൊഡക്ഷൻ പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, കപ്പാസിറ്റി പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, ഈ ആക്ടിവിറ്റീസ് എങ്ങനെ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ നടക്കുന്നു. ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള ടൂളുകൾ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ABC അനാലിസിസ്, സേഫ്റ്റി സ്റ്റോക്സ് ലെവൽ, റീഓർഡർ ലെവൽ തുടങ്ങിയിട്ടുള്ള ടൂളുകൾ ഓർക്കുക. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ സിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം, ജോബ്, ദെൻ ബാച്ച്, മാസ് പ്രൊഡക്ഷൻ, കോസ്റ്റിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ വരും. ലീൻ മാനുഫാക്ചറിങ് കൺസെപ്റ്റ് എന്താണ്? മീൻസ് എലിമിനേറ്റിംഗ് വേസ്റ്റ്, റൈറ്റ്? വേസ്റ്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ
നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് മാനുഫാക്ചറിങ് നടത്താം എന്നുള്ളതാണ്. വേസ്റ്റ് റിഡക്ഷൻ, ജസ്റ്റ് ഇൻ ടൈം, 5S പോലുള്ള മോഡലുകളെല്ലാം ലീൻ മാനുഫാക്ചറിങ് മോഡലിന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ അടുത്തത് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQMൽ പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ, വൺ ഈസ് കസ്റ്റമർ ഫോക്കസ്. അതായത് കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ, എല്ലാ ആക്ടിവിറ്റിയുടെയും നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കസ്റ്റമറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നത്. അതായത് കസ്റ്റമറിനെ ഒരു കിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം എല്ലാ പ്രൊഡക്റ്റുകളും ക്രിയേറ്റ് ചെയ്യേണ്ടത്. മീറ്റ് ഓർ എക്സീഡ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ്. ദെൻ കംസ് കേസൺ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ഓൺഗോയിങ് എഫേർട്ട് ടു ഇംപ്രൂവ് പ്രോസസ്. ഓക്കെ, ഓൺഗോയിങ് എഫേർട്ട് ടു ഇംപ്രൂവ് പ്രോസസ്സസ്, എല്ലാ പ്രോസസ്സുകളും ഇംപ്രൂവ് ചെയ്യാനുള്ള കണ്ടിന്യൂസ് എഫേർട്ടാണ്. ആൻഡ് ദെൻ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. എംപ്ലോയി ഇൻവോൾവ്മെൻറ്റിലേക്ക് വരുമ്പോൾ പാർട്ടിസിപ്പേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്വാളിറ്റി ഇനിഷ്യേറ്റീവ്സ്. എംപ്ലോയീസിന് ഇനിഷ്യേറ്റീവ്സ് പാർട്ടിസിപ്പേഷനുള്ള ഓപ്പർച്യൂണിറ്റീസും അതേപോലെ അത് മാക്സിമം കൂട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ പ്രോസസ് അപ്രോച്ച്, ഫോക്കസ് ഓൺ ഇംപ്രൂവ് ബിസിനസ് പ്രോസസ്സസ്, ബെറ്റർ ആക്കുക, ബിസിനസ് പ്രോസസ്സ് എഫിഷ്യൻ്റ് ആക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ടൂൾസ് ഉപയോഗിക്കുന്നത് കൺട്രോൾ ചാർട്ട്സ്, പെരിറ്റോ അനാലിസിസ്, ഫിഷ് ബോൺ ഡയഗ്രം, ഇഷിക്കാവ എന്ന് പറയും, ഇഷിക്കാവ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കലി ഫിഷ് ബോൺ ഡയഗ്രം വരും. ദെൻ ചെക്ക് ഷീറ്റ്സ്. ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം ടൂൾസ് ഫോർ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ആൻഡ് ടെക്നിക്സ്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ട് ISO 9001 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇന്റർനാഷണൽ ക്വാളിറ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ അത് ആക്ട് ചെയ്യുന്നു. ദെൻ സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഡിഫക്ട്സ് യൂസിങ് ഡിമൈക്ക് അപ്രോച്ച്. ഡിമൈക്ക് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ. അത് എല്ലാത്തിലും എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിക്സ് സിഗ്മയായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ മിനിമം ആയിരിക്കണം, 99.999% കറക്റ്റ് ആകുക, ബാക്കിയുള്ള ഡീവിയേഷൻ മാത്രം അലോ ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് സിക്സ് സിഗ്മ പറയുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് വേരിയബിലിറ്റി ഇൻ പ്രോസസ് യൂസിങ് കൺട്രോൾ ചാർട്ട്സ്. കൺട്രോൾ ചാർട്ട്സിൻ്റെ സഹായത്തോടുകൂടി പ്രോസസ്സിലുള്ള വേരിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കംസ് ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERP എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ടു മാനേജ് ഓൾ ഫങ്ഷൻസ്. അതായത് ERP സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ അകത്തെ എല്ലാ ഫങ്ഷൻസും കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, അതിനെയാണ് ERP എന്ന് പറയുന്നത്. സോ ലൈക്ക് HR, ഫിനാൻസ്, ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒറ്റ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ERP സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഫീച്ചേഴ്സ്. സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആണ്, റിയൽ ടൈം ആക്സസ്, മോഡുലാർ ഡിസൈൻ. ഇതൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. ആൻഡ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഓരോ ഇവർക്കും ഇത് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ആണ് മോഡുലാർ ഡിസൈൻ എന്ന് പറയാനുള്ള കാരണം. പിന്നെ ബെനിഫിറ്റ്സ്, എലിമിനേറ്റ്സ് റിഡൻഡൻസി, ഇംപ്രൂവ്സ് ഡേറ്റ ഫ്ലോ ആൻഡ് എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരേ വർക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാം. ബിക്കോസ് ഒറ്റ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമാണ്, കണക്റ്റഡ് ആയിട്ടുള്ള ഒറ്റ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന വർക്കുകൾ അറ്റ് ദി സെയിം ടൈം മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സ് ഒരു കണ്ടിന്യൂസ് നേച്ചറിൽ കൊണ്ടുപോകാൻ സഹായിക്കും. ദെൻ ചലഞ്ചസ്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ഹയർ കോസ്റ്റ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ കോംപ്ലക്സിറ്റി ആൻഡ് ട്രെയിനിങ് നീഡ് ടു ബി ഗിവൺ. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ളത് ഓപ്പറേഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ്. ബേസിക് ലെവലിലുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഇവിടെ ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസിങ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അണ്ടർ കൺസ്ട്രെയിൻസ്. അതായത് മിനിമം കോസ്റ്റ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാവുന്ന രീതിയിൽ പ്രോസസ് ഫങ്ഷൻസിനെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ചില കൺസ്ട്രെയിൻസ് മുൻനിർത്തിക്കൊണ്ട് ആ കൺസ്ട്രെയിൻസിനകത്ത് എങ്ങനെ വരണം, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതും മിനിമം കോസ്റ്റ് വരുന്നതുമായിട്ടുള്ള കൺസ്ട്രെയിൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് വരുന്നത്. രണ്ടാമതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, മിനിമൈസിങ് കോസ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് അക്രോസ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ട ഗുഡ്സ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ വരെ വരുന്ന ആക്ടിവിറ്റീസിലുള്ള എല്ലാ ലെവലിലും എങ്ങനെ കോസ്റ്റ് മിനിമൈസേഷൻ നടത്താം എന്നതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പോലെ കൺസെപ്റ്റ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇതിന് അസൈൻമെൻറ്റ് പ്രോബ്ലം. അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ആൻഡ് ടാസ്ക് ഒപ്റ്റിമലി. അതായത് ഓരോ ആക്ടിവിറ്റീസിലേക്കും റിസോഴ്സുകളും ടാസ്കുകളും അലോക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം, ഏറ്റവും ഒപ്റ്റിമൽ വേയിൽ അലോക്കേറ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് അസൈൻമെൻറ്റ് പ്രോബ്ലംസ് യൂസ് ചെയ്യുന്നത്.
ദെൻ ക്യൂയിങ് തിയറി, മാനേജിങ് വെയിറ്റ് ലൈൻസ് ആൻഡ് സർവീസ് എഫിഷ്യൻസി. ക്യൂയിങ് ആ ഒരു കൺസെപ്റ്റാണ്, വെയിറ്റ് ലൈൻസ് മാനേജ് ചെയ്യുക, ദെൻ അതനുസരിച്ച് സർവീസ് എഫിഷ്യൻസി കൂട്ടുക. ഇതാണ് ക്യൂയിങ് തിയറി ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി സിറ്റുവേഷനിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള മോഡലുകളാണ് സിമുലേഷനിൽ വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല, അൺസർട്ടൻ ആണ്. അവിടെ സൊല്യൂഷൻസിലേക്ക് പോകാനുള്ള മോഡലുകളെ നമ്മൾ സിമുലേറ്റീവ് മോഡൽ എന്ന് പറയും. ദെൻ പെർട്ട് ആൻഡ് സി പി എം, പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് കൺട്രോളിന് വേണ്ടിയാണ് പെർട്ട് ആൻഡ് സി പി എം യൂസ് ചെയ്യുന്നത്. സി പി എം ഡിറ്റർമിനിസ്റ്റ് ടൂളാണ്. സി പി എമ്മിനകത്ത് എന്ത് വേണം? കൃത്യമായിട്ടുള്ള ടൈം അറിയണം, കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അറിയണം. സെർട്ടൺ സിറ്റുവേഷനിലാണ് ഓർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് സി പി എം യൂസ് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. പെർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊബബിലിസ്റ്റിക് ടൂളാണ്. 3 ലെവലുകളെ പറ്റി പറഞ്ഞില്ലേ, 3 ലെവലുകളിൽ 3 ചാൻസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെയാണ് പെർട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. സോ സി പി എം കുറച്ചുകൂടി എന്താണ്, ഡിറ്റർമിൻ ചെയ്യാനാണ്, വേറെ പെർട്ട് പ്രോബബിലിറ്റി ഒരു ചാൻസോട് കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. Then comes decision theory, analyzing choices under risk and uncertainty. റിസ്ക് അൺസർട്ടനിറ്റി സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ചോയ്സുകൾ അനലൈസ് ചെയ്യുന്നു, ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. ബൗണ്ടർ റാഷണാലിറ്റി പോലുള്ള കൺസെപ്റ്റ്, റാഷണാലിറ്റി, ബൗണ്ടർ റാഷണാലിറ്റി, അൺസർട്ടനിറ്റി തുടങ്ങിയിട്ടുള്ള ഓരോ ലെവലിലും എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, ഇതിനെ പറ്റിയാണ് ഡിസിഷൻ തിയറി പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ ഫർദർ. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ. 9ാമത്തെ ടോപ്പിക് ഏരിയ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ടെക്നോളജി. സോ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓൾവേസ് ബാലൻസ് ഇൻ അക്കൗണ്ടിങ് ടൈംസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും അക്കൗണ്ടിങ് ടൈംസിൽ ബാലൻസ്ഡ് ആയിരിക്കണം. എവറി ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ആസ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് എൻട്രീസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ശരിയല്ലേ? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഓരോ ട്രാൻസാക്ഷൻ അതിന് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പോലെ തന്നെ. അതുകൊണ്ട് എല്ലാ തവണയും ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സോ ബി ഒ പി ഈസ് ആൻ അക്കൗണ്ടിങ് ടൂൾ. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഫോർ ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു ഡെബിറ്റ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി സപ്പോർട്ട്സ് ഫ്രീ ഇന്റർനാഷണൽ ട്രേഡ്. കൺട്രീസ് സ്പെഷ്യലൈസ് ഇൻ ഗുഡ്സ് ദേ ക്യാൻ പ്രൊഡ്യൂസ് മോർ എഫിഷ്യൻലി. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിനെ പറ്റിയാണ്. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബാരിയേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഫ്രീ ആണ്. ഡേവിഡ് റിക്കാർഡോ പറയുന്നത് ട്രേഡ് ബെനിഫിറ്റ്സ് ഫ്രം എഫിഷ്യൻസി ബേസ്ഡ് സ്പെഷ്യലൈസേഷൻ. നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് പ്രൊഡക്റ്റുകളാണോ ബെറ്റർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അവിടെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തില്ല. നമ്മളുടെ 2 പ്രൊഡക്റ്റുകൾ, ഈ 2 പ്രൊഡക്റ്റിൽ ഏതാണോ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതലുള്ളത്, ആ പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ആ കേസിൽ എന്തില്ല, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മതി എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അടുത്തത്, WTO പ്രൊഹിബിറ്റ്സ് ഓൾ ഫോംസ് ഓഫ് സബ്സിഡീസ് ആൻഡ് താരിഫ്. എല്ലാ ഫോമുള്ള സബ്സിഡിയും താരിഫും WTO പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO പ്രൊമോട്ട്സ് കംപ്ലീറ്റ്ലി ഫ്രീ ട്രേഡ് വിത്തൗട്ട് എനി ഗവൺമെന്റ് ഇന്റർവെൻഷൻ. സോ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ റെസ്ട്രിക്ഷൻസ്. സബ്സിഡിയും താരിഫും ഒക്കെ കൊടുക്കുന്നതിൽ റെസ്ട്രിക്ഷൻസും ഉണ്ട്, ചാർജ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസും ഉണ്ട്. പക്ഷെ എന്താണ്, ചില കേസുകളിൽ ചില എഗ്രിമെന്റ്സ് പ്രകാരം, ഇപ്പോൾ ദർ മേ ബി എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ ബയലാറ്ററൽ എഗ്രിമെന്റ്സ് ഉണ്ടാകാം, അതേപോലെ ഇന്റർനാഷണൽ ലെവലിൽ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള എഗ്രിമെന്റ്സ് പ്രകാരമുള്ള ഇത്തരം സബ്സിഡീസിനെയും താരിഫിനെയും ഒക്കെ WTOയുടെ എഗ്രിമെന്റ് പ്രകാരം, WTOയുടെ പ്രൊവിഷൻസ് പ്രകാരം അംഗീകരിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് WTO അലൗസ് സർട്ടൻ താരിഫ് ആൻഡ് സബ്സിഡീസ് എന്ന് പറയുന്നതാണ് ബെറ്റർ. ദെൻ ഇറ്റ് റെഗുലേറ്റ്സ്, ഡസ് നോട്ട് ഫുള്ളി പ്രൊഹിബിറ്റ് ദം. റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂ, കൺട്രോൾ ചെയ്യാൻ പറ്റൂ, അല്ലാതെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം എൻഷുവേഴ്സ് കറൻസി സ്റ്റെബിലിറ്റി. അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് കറൻസി വാല്യൂസ് പേഗ്ഡ് ഇൻ ടു അനദർ കറൻസി ഓർ ഗോൾഡ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ റേറ്റ്സ് ആർ ഫിക്സ്ഡ്, അതുകൊണ്ട് എന്തുണ്ടാവില്ല, കറൻസി വാല്യൂയിലുള്ള വേരിയേഷൻ ഉണ്ടാവില്ല, റേറ്റ്സ് ഫിക്സ്ഡ് ആണ്. അത് പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ റേറ്റ്സ് ഫിക്സ് ചെയ്യുന്നത്? ഒരു കറൻസിയുടെ വാല്യൂ മറ്റൊരു കറൻസിയുമായിട്ട് മാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കറൻസിയെ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് 2 സ്റ്റേറ്റ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. പെഗിങ് കറൻസി റെഡ്യൂസസ് ഫ്ലക്ച്വേഷൻസ്. നമ്മൾ മറ്റൊരു കറൻസിയുടെ ടേംസിലേക്ക് നമ്മളുടെ കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്ലക്ച്വേഷൻസ് കുറയാൻ അത് സഹായിക്കും. അതേപോലെ
സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യും. പക്ഷെ അങ്ങനെ പെഗിങ് ചെയ്യുന്നത് നോർമലി അത്ര നമ്മുടെ കറൻസിയുടെ മൂല്യത്തെ കുറയ്ക്കാനത് കാരണമാകും കേട്ടോ. എനിവേ കൺസെപ്റ്റ് ഇതാണെന്ന് ഓർത്തേക്കുക. അടുത്തത് ബിഗ് ഡേറ്റ ഈസ് വാല്യൂബിൾ ഓൺലി ഫോർ സ്ട്രക്ചേർഡ് ഡാറ്റ സെറ്റ്സ്. ബിഗ് ഡേറ്റ അനലിസ്റ്റിക് കനോട്ട് ഹാൻഡിൽ അൺസ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് എന്തും ആകാം. ഇപ്പോൾ സ്ട്രക്ചേർഡ് ആകാം, അൺസ്ട്രക്ചേർഡ് ആകാം, ഏതായാലും അതിന് വാല്യൂ ഉണ്ട്. ആൻഡ് ബിഗ് ഡേറ്റ അനലിറ്റിക്സിലേക്ക് വരുമ്പോഴും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ്. ഓക്കെ, എസ്പെഷ്യലി പവർഫുൾ ഫോർ അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്നുള്ള ഓർത്തേക്കുക. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്ത, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എക്സ്റ്റർ ഓയിലിൻ തിയറി എംഫസൈസസ്. എക്സ്റ്റർ ഓയിലിൻ തിയറി പറയുന്നത് എന്താ? ഫാക്ടർ എൻഡോവ്മെന്റിനെ പറ്റിയാണ്. ഏത് രാജ്യത്തിലാണോ കൂടുതൽ ഫാക്ടറീസ് ഉള്ളത് അവർ ആ തരം പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ലൈക്ക് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൺട്രി ആണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൺട്രി, ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ള കൺട്രി ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാറുകളും അതുപോലെ മറ്റ് ഓട്ടോമൊബൈൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. സോ ഫാക്ടർ ഇൻഡോമെന്റ് ഡിഫറൻസിനെ പറ്റിയാണ് എക്സ്റ്റർ ഓയിലിൻ തിയറി പറയുന്നത്. അടുത്തത്, ഈ കറണ്ട് അക്കൗണ്ട് ഓഫ് BOP ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ്. കറണ്ട് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം എന്താണെന്ന് വെച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന ഏതാ? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദാറ്റ്സ് ആൻ ഐറ്റം ഇൻ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട്സ് ഇൻക്ലൂഡ്സ് ട്രേഡ് ഇൻ ഗുഡ്സ്, സർവീസസ്, ഇൻകം ആൻഡ് കറണ്ട് ട്രാൻസ്ഫേഴ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMFന്റെ ഫംഗ്ഷൻ അല്ലാത്തതാണ് വെച്ചിരിക്കുന്നത്. IMF എന്താ ചെയ്യുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് വേണ്ട ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, മോണിറ്ററി കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, ഗ്ലോബൽ ഇക്കണോമിക് ട്രെൻഡ്സിനെ മോണിറ്റർ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം IMF ചെയ്യുന്നതാണ്. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഒന്നും ചെയ്യുന്നത് IMF അല്ല. അവിടെ ആർക്കാ കൂടുതലുള്ളത്? WTOയ്ക്കാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് അവിടെ റോൾ ഉള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദി WTO's ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. WTO ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ഇപ്പോൾ ഫംഗ്ഷനിങ് അല്ല കേട്ടോ. അത് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്, നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യണമെന്ന്. ഇതിൽ കുറച്ച് നാളുകളായിട്ട് കുറേ പ്രശ്നങ്ങളായിട്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി വർക്കിംഗ് അല്ല. സോ ഇറ്റ് പ്രൊവൈഡ്സ് ബൈൻഡിങ് റൂളിങ്സ് എൻഫോഴ്സിബിൾ ബൈ മെമ്പർ കൺട്രീസ്. മെമ്പർ കൺട്രീസിൻ്റെ ഫോളോ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ചില റൂളിങ്സ് ആണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ WTO പറയുന്ന കാര്യങ്ങളെല്ലാം ഫൈനൽ ആയിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ? ഇമെയിൽ മാർക്കറ്റിംഗ്, predictive മെയിൻ്റനൻസ് യൂസിങ് IoT സെൻസേഴ്സ്. റൈറ്റ്, predictive മെയിൻ്റനൻസ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെയും ഒരു ഫെയിലിയർ പ്രിവെൻഷൻ മെക്കാനിസം എന്ന് പറയാം. അതാണ് predictive മെയിൻ്റനൻസ്. തെറ്റ് വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് എറർ വരുമെന്ന് തോന്നിക്കഴിയുമ്പോൾ മുൻകൂട്ടി ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് മുൻകൂട്ടി സോൾവ് ചെയ്യുന്ന രീതിയാണ് ഇത് വരുന്നത്, predictive മെയിൻ്റനൻസ് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് AI ആൻഡ് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ടു ഡിറ്റക്ട് പാറ്റേൺസ് ആൻഡ് പ്രിവെൻറ്റ് ഫെയിലിയർ ആവുന്നതിന് മുമ്പ് തന്നെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാനാണ് ഈ ഒരു IoTയും AI യൂസ് ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ ട്രേഡിൻ്റെ തിയറീസിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസിക് തിയറി മെർക്കൻലിസമാണ്. അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് എത്രമാത്രം ഗോൾഡ് ആൻഡ് സിൽവർ ആ രാജ്യത്തുണ്ടോ അത്രയും പവർഫുൾ ആണെന്ന് വിശ്വസിക്കുന്ന കൺസെപ്റ്റാണ് മെർക്കൻലിസം. പക്ഷെ മെർക്കൻലിസത്തിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യും, ഇമ്പോർട്ടിനെ കംപ്ലീറ്റ്ലി ഡിമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ കംസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ഗുഡ്സ് വെയർ ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വീറ്റ് പ്രൊഡക്ഷനാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. മറ്റു രാജ്യങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ നമ്മൾ വീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ മറ്റുള്ളവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ട് ചെയ്യുക. ഈ ഒരു തിയറിയാണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾക്ക് ഒന്നിലും കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഇപ്പോൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോ മറ്റേ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോ അങ്ങനെ ഒന്നിലും തന്നെ മറ്റു രാജ്യങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ടാവും. കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയും, ആബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇല്ലാത്ത രാജ്യം. അവർക്കപ്പോൾ എക്സ്പോർട്ടിൽ എൻ്റർ ചെയ്യാനേ പറ്റാത്ത സാഹചര്യമാണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഓക്കെ, സോ ദെൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പറയുമ്പോൾ ട്രേഡ് ബേസ്ഡ് ഓൺ ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ട്രേഡാണ് എന്തിൽ വരുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നത്. അതായത്
നമ്മളെ സംബന്ധിച്ച് നമുക്ക് 3 ഗുഡ്സിൽ, 2 ഗുഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിചാരിക്കാം. വി ക്യാൻ പ്രൊഡ്യൂസ് വീറ്റ് ആൻഡ് റൈസ്. പക്ഷേ പ്രശ്നം എന്താണ്, ഇത് രണ്ടിലും നമുക്ക് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എഫർട്ട് കൂടി നമ്മൾ എന്തിൽ കൊടുക്കുക? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി വീറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ബെറ്റർ. അതാണ് ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വീറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, റൈസ് പ്രൊഡക്ഷൻ നടത്താതെ അത് ഇമ്പോർട്ട് ചെയ്യുക. ഇതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏതിനാണോ അതായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഓയിലിംഗ് തിയറി. കൺട്രീസ് എക്സ്പോർട്ട് ഗുഡ്സ് യൂസിങ് അബൻഡൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്, ആ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. പ്രൊഡക്ട്സ് ഗോ ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. അതിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ്, എക്സാമ്പിളായിട്ട് തന്നെ ഓർക്കാം, എന്തുകൊണ്ടാണ് ഇനീഷ്യലി ഇന്നൊവേറ്റിംഗ് കൺട്രീസ് തന്നെ ആ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുകയും പതുക്കെ ഗ്രാജുവലി കുറച്ച് കഴിയുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യു എസിലാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ഐ ഐ മീൻ ആപ്പിളും ഐഫോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ യു എസിൽ വെച്ചിട്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഈ എക്സ്പോർട്ട് എങ്ങോട്ട് മാറുന്നു? മെച്യൂരിറ്റി സ്റ്റേജൊക്കെ ആകുമ്പോൾ പതുക്കെ കോസ്റ്റ് അഡ്വാൻറ്റേജ് തേടി ചൈനയിലേക്കും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്കും വരുന്നു. മീൻസ് അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ, ഇന്നൊവേഷൻ സ്റ്റേജിൽ എവിടെ നടക്കും? ഓൺ പാരന്റ് കൺട്രിയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുകയും പതുക്കെ ഗ്രാജുവലി മെച്യൂരിറ്റി എത്തുന്ന സ്റ്റേജിൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയാണ്. ദെൻ ന്യൂ ട്രേഡ് തിയറി. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് നെറ്റ്വർക്ക് എഫക്റ്റ് ജസ്റ്റിഫൈ ട്രേഡ്. ന്യൂ ട്രേഡ് തിയറി പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ത്യ തന്നെ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് നടത്തുന്നുണ്ട്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന കാറുകളുണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഫോറിൻ കാറുകൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മുമ്പ് കണ്ട അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഒക്കെ ആണെങ്കിൽ ഇത് ഒരു ടൈപ്പ് ഓഫ് കാർ പോരെ? അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വഴി നേടിയെടുക്കുന്ന അഡ്വാൻറ്റേജ്, ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. 2, ഡിഫറൻസിയേഷൻ. ഓക്കെ. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഒന്നല്ല, പലതാണ്. ഒരേ കാറാണെങ്കിലും കാർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ തന്നെ പല ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ കാറുകളും ഫോറിൻ കാറുകളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇതാണ് ന്യൂ ട്രേഡ് തിയറി നമുക്ക് പറഞ്ഞു തരുന്നത്. ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ 3 ഹെഡ്സ് ഇപ്പോഴുണ്ട്, അത് ഓർത്തേക്കണം. കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻകം റിസീപ്റ്റ്സ് ആൻഡ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് ആണ് കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നത്. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ്, അക്വിസിഷൻ ഓർ ഡിസ്പോസൽ ഓഫ് നോൺ പ്രൊഡ്യൂസ്ഡ് അസറ്റ്സ്. ഓക്കെ. ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതേപോലെ നോൺ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ്, പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അസറ്റുകളല്ല, നോൺ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് വരുന്ന ഫണ്ടും ഇതിനകത്ത് വരും. ഓക്കെ. ദെൻ മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇവിടെയാണ് ബൾക്ക് ട്രാൻസാക്ഷൻസ് വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുന്നതെന്ന് ഓർക്കുക. അതിൽ FDI, FPI, ലോൺസ്, ബാങ്കിങ് ക്യാപിറ്റൽ പോലുള്ള ക്യാപിറ്റൽ മൂവ്മെൻറ്റുകളെല്ലാം ഫിനാൻഷ്യൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഓക്കെ. ദെൻ BOP ഐഡൻറ്റിറ്റി. BOP ഓൾവേസ് ബാലൻസസ്. സർപ്ലസും ഡെഫിസിറ്റും വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? സർപ്ലസ് ആണെങ്കിൽ നമ്മൾ അവിടെ റിസർവ്സ് ആക്കി മാറ്റുന്നു, ഡെഫിസിറ്റ് ആണെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് നടത്തുന്നു. ഇതുവഴി ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും ബാലൻസ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുമ്പോൾ IMFിന്റെ ഫംഗ്ഷൻ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വേണ്ട ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ഫംഗ്ഷൻ. എക്സ്ചേഞ്ച് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫംഗ്ഷൻ ആയിട്ട് ഓർക്കുക. വേൾഡ് ബാങ്ക് അറ്റ് ദി സെയിം ടൈം ചെയ്യുന്നത് ലോങ് ടൈം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഫിനാൻസിങ് ആണ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഫിനാൻസ് ചെയ്യുക, ലോങ് ടൈം നേച്ചറിലുള്ള സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് WTO. WTOയിൽ പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് ഗ്ലോബൽ ട്രേഡ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് എൻഫോഴ്സസ് ട്രേഡ് എഗ്രിമെന്റ്സ്. ഗ്ലോബൽ ട്രേഡ് പ്രമോട്ട് ചെയ്യുന്നു. ഡിസ്പ്യൂട്ട് വരുന്ന സാഹചര്യങ്ങളിൽ അതിനുള്ള റെസൊല്യൂഷനുള്ള മെക്കാനിസം WTOയുടെ അകത്ത് തന്നെയുണ്ട്.
ട്രേഡ് നെഗോഷിയേഷൻസിനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം WTO പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. WTOയുടെ അതേ ഫംഗ്ഷൻസ് യുണൈറ്റഡ് നേഷൻ്റെ ഒരു ബോഡി എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നത് UNCTAD ആണ്. പ്രൊമോട്ട്സ് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. ദെൻ OECD എന്ന് പറഞ്ഞാൽ പോളിസീസ് ഫോർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇതിനുള്ള പോളിസീസ് പ്രൊമോട്ട് ചെയ്യുന്ന ബോഡിയായിട്ടാണ് OECD ആക്ട് ചെയ്യുന്നത്. അടുത്തത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ വരുമ്പം പല രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ്, ഫ്ലോട്ടിംഗ് ആൻഡ് മാനേജർ ഫ്ലോട്ട്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കറൻസിയുടെ വാല്യൂ മറ്റൊരു കറൻസിയെ ബേസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ കറൻസി ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡോളറിലേക്ക് പെഗ് ചെയ്യുന്നു. ഡോളറിലുള്ള മൂവ്മെന്റ് അനുസരിച്ച് നമ്മുടെ കറൻസിയുടെ വാല്യൂ മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ്. ഒന്നിനെ മറ്റൊന്നുമായിട്ട് ബേസ് ചെയ്തിട്ട്, അതേപോലെ ഡോളർ ആകാം, ഗോൾഡ് ആകാം. അങ്ങനെ രണ്ട് കറൻസി ഏതെങ്കിലും ഒരു കറൻസിയിലേക്ക് മാത്രം ഫിക്സ് ചെയ്യുകയാണ്. അവരുടെ കറൻസിയിലുള്ള മൂല്യത്തിനനുസരിച്ച് നമ്മുടെ കറൻസിയിൽ വാല്യുവേഷനിൽ വേരിയേഷൻ വരും എന്നുള്ള രീതിയാണെങ്കിൽ ഫിക്സ്ഡ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ബേസ് ചെയ്തിട്ട്, കറൻസിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ബേസ് ചെയ്തിട്ട് കറൻസിയുടെ മൂല്യം ഡിറ്റർമിൻ ചെയ്യുന്ന രീതിയാണ് ഫ്ലോട്ടിങ്ങിൽ വരുന്നത്. മാനേജ്ഡ്, അതിനകത്ത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വരുവാണെങ്കിൽ, സെൻട്രൽ ബാങ്കിന്റെ ഇന്റർവെൻഷൻ വരുവാണെങ്കിൽ അത് മാനേജ്ഡ് ഫ്ലോട്ടാണ്. ദെൻ കറൻസി റിസ്ക് ടൈപ്സ്: ട്രാൻസാക്ഷൻ റിസ്ക്, ട്രാൻസ്ലേഷൻ റിസ്ക് ആൻഡ് ഇക്കണോമിക് റിസ്ക്. ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ആ ശരി, അപ്പൊ നമ്മൾ പറഞ്ഞത് ട്രാൻസാക്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് ഇക്കണോമിക് റിസ്ക് കൺസെപ്റ്റിനെ പറ്റിയാണ്. ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ സെക്കൻഡ് പാർട്ടിയിൽ നിന്നും ഡീഫോൾട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്, അതിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. ഇത് കറൻസി റിസ്കിൽ ഒന്നാമത്തെ ടൈപ്പ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് മാറ്റുന്ന സാഹചര്യങ്ങളിൽ അതിന്റെ കറൻസി മൂല്യത്തിലുള്ള മാറ്റങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യും. ദെൻ ഇക്കണോമിക് റിസ്ക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോറിൻ കൺട്രിയാണ്, അവരുടെ റൂൾസിലും റെഗുലേഷൻസിലും വരുന്ന മാറ്റങ്ങളെല്ലാം നമ്മളുടെ ട്രേഡിനെ അഫക്റ്റ് ചെയ്യാം. ദെൻ ഹെഡ്ജിങ് ഇൻസ്ട്രുമെന്റ്, ഇത്തരം ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ടൂളുകളെയാണ് ഹെഡ്ജിങ് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത്. റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ: ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചേഴ്സ്, കറൻസി ഓപ്ഷൻസ്, കറൻസി സ്വാപ്സ്, ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ കൺവെർട്ടബിലിറ്റി, കറണ്ട് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് ട്രേഡ് റിലേറ്റഡ് കൺവെർട്ടബിലിറ്റിയും അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റിയും ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് കൺസെപ്റ്റുകളും, കൺവെർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ പർപ്പസിന് വേണ്ടി കറൻസി കൺവേർഷൻ അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിൽ കറണ്ട് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റിയും ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റിയും ഉണ്ട്. സം റെസ്ട്രിക്ഷൻസ് ആർ ദെയർ. ദെൻ WTOയുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ. മോസ്റ്റ് ഫേവേർഡ് നേഷൻ. മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ WTO മെമ്പേഴ്സിനെ നമ്മൾ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില രാജ്യങ്ങൾക്ക് സ്പെഷ്യൽ പ്രിവിലേജും ചില രാജ്യങ്ങൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയായിരിക്കണം? എവരി നേഷൻ ഈസ് എ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ഒരു രാജ്യത്തിന് നമ്മളൊരു ബെനിഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിനും മറ്റൊരു മെമ്പറിനും അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ. നാഷണൽ ട്രീറ്റ്മെന്റ്: ഫോറിൻ ഗുഡ്സ് നമ്മളുടെ രാജ്യത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ പോയിന്റ് തൊട്ട് തന്നെ നാഷണൽ ഗുഡ്സിനെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാം. ഫോറിൻ ഗുഡ്സ് നമ്മളുടെ രാജ്യത്ത് എത്തുന്ന പോയിന്റ് തൊട്ട് അത് എന്തായിരിക്കണം? ഡൊമസ്റ്റിക് ഗുഡ്സിന് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ഫോറിൻ ഗുഡ്സ് ലൈക്ക് ഡൊമസ്റ്റിക് ആഫ്റ്റർ എൻട്രി. ദെൻ DSB, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി. അവർ നമ്മൾ പറഞ്ഞു, അവർ എൻഫോഴ്സ് ചെയ്യുന്ന റൂളിങ്സ് ആർ ബൈൻഡിങ്. പരാതികൾ വരുമ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടിയുള്ള ബോഡിയാണ്. അവർ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഫൈനലായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ട്രിപ്സ് എഗ്രിമെന്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ആണ്. ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതാണ് ട്രിപ്സ് എന്ന് പറയുന്നത്. ദെൻ GATS ഈസ് ദർ, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. പിന്നെ GATT ഉണ്ട്, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. പിന്നെ ട്രിംസ് ഉണ്ട്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്. അതേപോലെ AOA ഉണ്ട്, എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ. ഇതെല്ലാം എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് കീഴിൽ വരുന്ന ഡിഫറെന്റ് എഗ്രിമെന്റ്സും ഓക്കെ എഗ്രിമെന്റ്സ് ആണെന്ന് ഓർത്തേക്കുക.
അടുത്ത റീജിയണൽ ട്രേഡ് ബ്ലോക്സിലേക്ക് വരുമ്പോൾ ഫ്രീ ട്രേഡ് ഏരിയ ഏറ്റവും ബേസിക് ലെവലിൽ നമ്മളൊരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയും. ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. അതായത് ഇപ്പോൾ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും എതിരെ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ഗുഡ്സിൽ ട്രേഡ് നടത്തുമ്പോൾ എക്സംഷൻസ് അനുവദിക്കുന്നു. ലൈക്ക് ടെക്സ്റ്റൈൽ മൂവ്മെന്റ്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ടെക്സ്റ്റൈൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് ടാക്സസ് ഒന്നും ഇമ്പോസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അതൊരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ്. ഇനി ഫ്രീ ട്രേഡ് ഏരിയ എല്ലാ ഗുഡ്സിനും അതുപോലെ ആണെങ്കിൽ ഫ്രീ ട്രേഡ് ഏരിയ. എക്സെപ്ഷൻസ് കൊടുക്കുന്നു. എല്ലാ ഗുഡ്സുമായി ബന്ധപ്പെട്ട് ട്രേഡ് മൂവ്മെന്റിൽ എക്സെപ്ഷൻസോ അല്ലെങ്കിൽ എന്തായിരിക്കണം, പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് ദാറ്റ് വിൽ ബി ലൈക്ക് ഫ്രീ ട്രേഡ് ഏരിയ. ഓക്കെ, നോ താരിഫ് ഓൺ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ടാക്സസ് ഇമ്പോസ് ചെയ്യുന്നില്ല. കസ്റ്റംസ് യൂണിയൻ ആകുമ്പോൾ ഈ ഫ്രീ ട്രേഡ് ഏരിയയുടെ ഒപ്പം കോമൺ എക്സ്റ്റേണൽ താരിഫ് കൂടി വരുന്നു. നോൺ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ചാർജ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. ഇന്ത്യ ശ്രീലങ്ക കോമൺ ഒരു കസ്റ്റംസ് യൂണിയൻ ആണെന്ന് അസ്യൂം ചെയ്യുക, ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് മൂവ് ചെയ്യുന്നതിന് ടാക്സസ് ഒന്നുമില്ല. അതുകൂടാതെ ഇവർ രണ്ടുപേരും എക്സ്റ്റേണൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈടാക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. ഇന്ത്യയിൽ 10% ഇമ്പോർട്ട് ചെയ്യാനെങ്കിൽ അതേ ഗുഡ്സ് ശ്രീലങ്കയിൽ ഇമ്പോർട്ട് ചെയ്യാനും 10% ടാക്സ്. ഇതാണ് കോമൺ എക്സ്റ്റേണൽ താരിഫ് എന്ന് പറയുന്നത്. മെർക്കസോർ ഒരു കസ്റ്റംസ് യൂണിയൻ എക്സാമ്പിളാണ്. പിന്നെ വരുന്നത് കോമൺ മാർക്കറ്റ്. കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് യൂണിയൻ്റെ ഒപ്പം ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. കസ്റ്റംസ് യൂണിയൻ ഉണ്ട്, അതോടൊപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കണം. ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. ദെൻ കംസ് ഇക്കണോമിക് യൂണിയൻ. ഇക്കണോമിക് യൂണിയൻ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് യൂണിയൻ്റെ ഒപ്പം കോമൺ പോളിസീസും കോമൺ ഇക്കണോമിക് പോളിസീസും കോമൺ കറൻസിയും വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റീജിയണൽ ട്രേഡ് ബ്ലോക്സ് ഇതിന് മുകളിലുണ്ട്. ലൈക്ക് പൊളിറ്റിക്കൽ യൂണിയൻ പറയാറുണ്ട്, ഫിസിക്കൽ യൂണിയൻ പറയാറുണ്ട്. ഇതിന് മുകളിലുള്ള കൺസെപ്റ്റുകളാണ്. അടുത്തത് ഇന്റർനാഷണൽ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ്. ഏറ്റവും ബേസിക് ലെവലിലുള്ള എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് സെയിൽ. രണ്ടാമതായിട്ട് ലൈസൻസിങ് ഓർ ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ് എന്താണ്? മറ്റൊരാളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്ക് ഒരു ഫീ മേടിച്ചുകൊണ്ട് യൂസ് ചെയ്യാനുള്ള അവകാശം നേടിയെടുക്കുകയാണെങ്കിൽ ലൈസൻസിങ്. ഫ്രാഞ്ചൈസിങ്ങോ അവരുടെ ആ ബിസിനസ് മോഡൽ അതേപടി തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അവകാശമാണെങ്കിൽ അതിനെ ഫ്രാഞ്ചൈസിങ് എന്ന് പറയും. ലൈസൻസിങ്ങിൽ കൂടുതൽ കൺട്രോൾ ഉണ്ടാവില്ല, എന്നാൽ ഫ്രാഞ്ചൈസിങ്ങിൽ കൂടുതൽ കൺട്രോൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഫ്രാഞ്ചൈസർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ജോയിന്റ് വെഞ്ചർ, പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ലോക്കൽ ആൻഡ് ഫോറിൻ ഫേംസ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയും അതേപോലെ തന്നെ ഒരു ഫോറിൻ പ്ലെയറുമായിട്ട് ടൈഅപ്പിൽ അവരുടെ രാജ്യത്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയാം? അതൊരു ജോയിന്റ് വെഞ്ചറാണ്. ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. ദെൻ ഓൺലി ഓൺഡ് സബ്സിഡറി, ഫുൾ ഓണർഷിപ്പ് ഓഫ് ഫോറിൻ കോർപ്പറേഷൻ. നമ്മൾ ശ്രീലങ്കയിൽ ഒരു കമ്പനി മേടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ഓൺലി ഓൺഡ് സബ്സിഡറി ആയിട്ടായിരിക്കും ആ ഒരു എൻറ്റിറ്റി ആക്ട് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടുത്തെ കമ്പനിയുടെ ഓൺലി ഓൺഡ് സബ്സിഡറി, ഫുള്ളി 100% സ്റ്റേക്ക് നമ്മൾ തന്നെ ഹെൽഡ് ചെയ്യുന്ന കമ്പനി എന്നുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് അലയൻസ്, കോപ്പറേറ്റീവ് അഗ്രിമെന്റ് വിത്തൗട്ട് ഓണർഷിപ്പ് ചേഞ്ച്. ഓണർഷിപ്പിൽ മാറ്റം വരുത്താത്ത ഇവർ തമ്മിലുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഒരുമിച്ച് നിൽക്കുന്ന രീതിയാണെങ്കിൽ അതിനെ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ദിസ് ആർ ദി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് എൻട്രി. ദെൻ ടെക്നോളജി ആൻഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേമുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ ടേം മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ഡിസിഷൻ മേക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ അകത്തുള്ള ഡിസിഷൻ മേക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് MIS എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് റെലവൻറ്റ് ആൻഡ് ടൈംലി ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. രണ്ടാമത്തെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഇന്ററാക്റ്റീവ് സിസ്റ്റം ഫോർ നോൺ റുട്ടീൻ ഡിസിഷൻസ്. റെഗുലർ ഡിസിഷൻസ് MIS യൂസ് ചെയ്യുന്നു. നോൺ റുട്ടീൻ ആയിട്ടുള്ള ടോപ്പ് ലെവൽ ഡിസിഷൻസ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ, സ്ട്രാറ്റജി ഡിസിഷൻസ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് DSSന്റെ സപ്പോർട്ട് വേണ്ടത്, ഇന്ററാക്റ്റീവ് സിസ്റ്റം ഫോർ നോൺ റുട്ടീൻ ഡിസിഷൻസ്. ദെൻ ERP. ERP എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ഓൾ ബിസിനസ് ഫങ്ഷൻസ് ഇൻ ടു വൺ സിസ്റ്റം. എല്ലാ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസിനെയും ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമുക്ക് ERP എന്ന് പറയാം. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയാലോ, AI യുടെ യൂസേജ് പറയുമ്പോൾ മെഷീൻ ലേണിംഗ്, പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ്, ദെൻ ഓട്ടോമേഷൻ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളിലേക്ക്. അതായത് AI ഉപയോഗിക്കുകയാണെങ്കിൽ മെഷീൻ ലേണിംഗ് കൺസെപ്റ്റുകൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ സാധിക്കും. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് മീൻസ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ, അതൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഓട്ടോമേഷനും ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് അനലൈസസ് മാസീവ് അൺസ്ട്രക്ചർഡ് ഡേറ്റ ഫോർ പാറ്റേൺസ് ആൻഡ് ഇൻസൈറ്റ്സ്.
ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസീവ് ഡേറ്റ. ആ ഒരു മാസീവ് ഡേറ്റയെ ഐഡന്റിഫൈ ചെയ്തിട്ട് അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം, സ്ട്രക്ചേർഡ് ആകണം നിർബന്ധമില്ല. അങ്ങനെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ ഒരു വലിയ ഡേറ്റ സെറ്റ്, അതിൽ നിന്നും പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക, ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് സെക്യൂർ ട്രാൻസ്പെറൻറ്റ് ഡിജിറ്റൽ ഡിജിറ്റൽ ലെഡ്ജറാണ്. സോ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സെക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഡിജിറ്റൽ ലെഡ്ജർ എന്നുള്ള രീതിയിലാണ് ബ്ലോക്ക് ചെയിൻ ആക്ട് ചെയ്യുന്നത്. ദെൻ IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്മാർട്ട് ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓവർ ഇന്റർനെറ്റ്. എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് വഴി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്മാർട്ട് ഡിവൈസുകൾ, ഇതിനെയാണ് IoT എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ബിസിനസ്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഡിഫറെൻറ്റ് ടെക്നോളജീസ് ആണ്. കൺസെപ്ച്വലി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതിയാവും. ആ രീതിയിലാണ് നമ്മുടെ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ദെൻ നമ്മളുടെ അവസാനത്തെ ടോപ്പിക് ഏരിയ, 10ാമത്തെ ടോപ്പിക് ഏരിയ, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. ലെറ്റ്സ് സീ. An entrepreneur is a risk taker, innovator, and opportunity seeker. Entrepreneurship involves identifying gaps in the market and creating new solutions. എന്ത് തോന്നുന്നു? രണ്ട് സ്റ്റേറ്റ്മെന്റും പറയുന്നത് ശരിയാണ്. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് ആൻഡ് റെക്കഗ്നൈസിങ് ഓപ്പർച്യൂണിറ്റി. സോ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. MSMEs contribute significantly to India's GDP and employment. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. GDP-യിലേക്കും എംപ്ലോയ്മെന്റിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. റീസൺ, MSMEs are defined based on number of employees. MSMEയുടെ ഡെഫിനിഷൻ നമ്പർ ഓഫ് എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടല്ല, ക്യാപിറ്റലാണ്, ടേൺ ഓവർ, ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ MSME contributes significantly to India's GDP and employment. That statement is right. പക്ഷെ അതിന്റെ റീസൺ പറയുന്നത് തെറ്റാണ്. അടുത്തത്, എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ബിഫോർ ഓഫറിംഗ് ഷെയർസ്. പ്രോസ്പെക്ടസ് ഇസ് എ ലീഗൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ഓൾ കമ്പനീസ് റൈസിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും ഇഷ്യൂ ചെയ്യേണ്ട ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണോ? അല്ല. ഓൺലി പബ്ലിക് കമ്പനീസ് ആണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. ജനങ്ങളിൽ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ്, പബ്ലിക് കമ്പനീസിന്റെ കേസിലാണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് നമ്മൾ എന്തുള്ളത്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. സോറി, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഇഷ്യൂ പ്രോസ്പെക്ടസ്. അത് തെറ്റാണ്. പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? പ്രോസ്പെക്ടസ് ഇസ് എ ലീഗൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ഓൾ കമ്പനീസ് റൈസിംഗ് ക്യാപിറ്റൽ. പബ്ലിക്കിൻ്റെ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും, അത് പബ്ലിക് കമ്പനിയാണ്, അവർ ഓഫർ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. എ കോൺട്രാക്ട് മെയ്ഡ് ബൈ എ മൈനർ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ലോ. എ മൈനർ ലാക്സ് ലീഗൽ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. സോ മൈനറുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. അതായത് മൈനറുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുന്ന പോയിന്റ് തൊട്ട് തന്നെ ഇൻവാലിഡ് ആണ്. എന്തുകൊണ്ടാണ്? മൈനർക്ക് കോൺട്രാക്ട് ഏർപ്പെടാനുള്ള കപ്പാസിറ്റി ഇല്ല. അടുത്തത്, ദി കോപ്പിറൈറ്റ് ആക്ട് പ്രൊട്ടക്ട്സ് ഐഡിയാസ് ഫ്രം ബീയിങ് കോപ്പീഡ്. അണ്ടർ കോപ്പിറൈറ്റ് ലോ ബോത്ത് എക്സ്പ്രഷൻ ആൻഡ് ഐഡിയ ആർ പ്രൊട്ടക്റ്റഡ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ആണ്, ഐഡിയ അല്ല. ഓക്കെ, സോ ഓൺലി കോപ്പിറൈറ്റ് ഓർ എക്സ്പ്രഷൻ, അതാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്, നോട്ട് ഐഡിയ. സോ ദി കോപ്പിറൈറ്റ് ആക്ട് പ്രൊട്ടക്ട്സ് ഐഡിയാസ് ഫ്രം ബീയിങ് കോപ്പീഡ്. ദാറ്റ് ഈസ് റോങ്. അണ്ടർ കോപ്പിറൈറ്റ് ലോ ഓൺലി എക്സ്പ്രഷൻ, ലൈക്ക് നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനാണ്, അതുമാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, കോപ്പിറൈറ്റ് ചെയ്യാൻ സാധിക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഫീച്ചർ അല്ലാതെയാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, സിംഗിൾ ഓണർഷിപ്പ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. സോൾ പ്രൊപ്രൈറ്റർ ആണെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഇല്ല. കമ്പനീസിനും LLPസിനുമാണ് സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി വരുന്നത്. സോ സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ച് എന്തില്ല, ഈ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. ദെൻ ദി കൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് ആപ്ലിക്കബിൾ ടു. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് പറ്റും, കമ്പനീസിന് പറ്റും, റൈറ്റ്? സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനും അത് ആപ്ലിക്കബിൾ ആണ്.
അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഡിഫൈൻസ് ദി ഇന്റേണൽ റൂൾസ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഇന്റേണൽ റൂൾസിനെ പറ്റി പറയുന്ന ഡോക്യുമെന്റ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ബേസിക് ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഇന്റേണൽ ഗവർണൻസ് റൂൾസിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി പേറ്റന്റഡ് ഇൻ ഇന്ത്യ. പേറ്റന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ് ഇന്ത്യയിൽ? ന്യൂ ഡ്രഗ് മോളിക്യൂൾ, മാത്തമാറ്റിക്കൽ ഫോർമുല, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ ഡിവൈസ്. മാത്തമാറ്റിക്കൽ ഫോർമുല ഇന്ത്യയിൽ പേറ്റന്റ് ചെയ്യാൻ സാധിക്കില്ല. അബ്സ്ട്രാക്ട് തിയറി ആൻഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് കാനോട്ട് ബി പേറ്റന്റബിൾ ഇൻ ഇന്ത്യ എന്നോർത്തേക്ക്. Then, under the Indian Partnership Act 1932, a partner who does not participate in day-to-day business is called. ഡേ-ടു-ഡേ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പാർട്ണറെ വിളിക്കുന്ന പേരാണ് സ്ലീപ്പിംഗ് പാർട്ണർ ഓർ ഡോർമെന്റ് പാർട്ണർ എന്ന് വിളിക്കും. റൈറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റുകളിലേക്ക് വരുന്നു. ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇറ്റ്സ് കൺസെപ്റ്റ് ആൻഡ് ടൈപ്സ്. ഓൺടർപ്രണർഷിപ്പ് എന്താണ്? ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ഓപ്പർച്യൂണിറ്റീസ്, ടേക്കിംഗ് റിസ്ക് ആൻഡ് ക്രിയേറ്റിംഗ് വാല്യൂ. ഇതെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ദെൻ ഓൺടർപ്രണർ ഈസ് എ റിസ്ക് ടേക്കർ, ഇന്നോവേറ്റർ, ലീഡർ ഹു ഇനീഷ്യേറ്റ്സ് ആൻഡ് റൺസ് എ ബിസിനസ്. ഇൻട്രാപ്രണർ അറ്റ് ദി സെയിം ടൈം, ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ്. ഒരു ഓൺടർപ്രണറിനെ പോലെ ബിസിനസ്സിനകത്ത് ആക്ട് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. സോ ഇൻട്രാപ്രണർ ഇസ് ആൻ എംപ്ലോയി ഹു ബിഹേവ്സ് ലൈക്ക് ആൻ ഓൺടർപ്രണർ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. അവർ എന്ത് ചെയ്യും? ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും, ഇന്നോവേറ്റ് ചെയ്യും. ഇതെല്ലാം ചെയ്തൊരു ഓൺടർപ്രണർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബിസിനസ്സിനകത്ത് ബിഹേവ് ചെയ്യുകയാണ്. അവരെയാണ് നമ്മൾ ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഓൺടർപ്രണർ. പല രീതിയിലുള്ള ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ഇന്നോവേറ്റീവ് ഓൺടർപ്രണർ, ഇമിറ്റേറ്റീവ്, ഫാബിയൻ, ഡ്രോൺ ഓൺടർപ്രണർ, സോഷ്യൽ, വിമൻ ഓൺടർപ്രണർ, ടെക്നോപ്രണേഴ്സ് പോലുള്ള ഒരുപാട് ടൈപ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെ മീനിങ് എന്താണെന്ന് മാത്രം നോക്കി വെച്ചേക്കണം. അടുത്ത സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആൻഡ് സപ്പോർട്ട്സ്. എലമെന്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ പറ്റിയാണ്. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ടു ബൂസ്റ്റ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ജോബ് ക്രിയേഷൻ. ഓക്കെ, ഇത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഓൺടർപ്രണർഷിപ്പ് പ്രൊമോഷന്റെയും ജോബ് ക്രിയേഷൻ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണെന്ന് ഓർക്കുക. പിന്നെ വരുന്നത് ഇൻക്യുബേറ്റേഴ്സ്. ഏർലി സ്റ്റേജ് ബിസിനസ് സപ്പോർട്ടാണ്. അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവാണ് ഇൻക്യുബേറ്റേഴ്സ് ചെയ്യുന്നത്. മെന്ററിങ് കൊടുക്കുന്നു, ഓഫീസ് സ്പേസ് കൊടുക്കുന്നു, റിസോഴ്സ് കൊടുക്കുന്നു. അതുവഴി അവരെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഇൻക്യുബേറ്റേഴ്സ് സപ്പോർട്ട് കൊടുക്കുന്നത്. ആക്സിലറേറ്റർ ടു ഹെൽപ്പ് ഗ്രോ സ്റ്റേജ് സ്റ്റാർട്ടപ്പ് സ്കെയിൽ ക്വിക്ലി. ഗ്രോ സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റാർട്ടപ്പിന് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആക്സിലേറ്റർ. ഓക്കെ. ദെൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ പ്രൊവൈഡ് ഇയർലി ക്യാപിറ്റൽ ഇൻ എക്സ്ചേഞ്ച് ഫോർ ഇക്വിറ്റി. അവർക്ക് എന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നതിന് പകരം ദേ വിൽ സപ്പോർട്ട് ഒരു ക്യാപിറ്റൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബിസിനസ്സിന് വേണ്ട ഇയർലി ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന്റെ ഇക്വിറ്റി പാർട്ണറായിട്ട് മാറുന്നവരെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ലാർജർ സംസ് ഓഫ് സ്കെയിലബിൾ വെഞ്ചേഴ്സ് വിത്ത് ഹൈ റിട്ടേൺ പൊട്ടൻഷ്യൽ. നമുക്ക് വളരെയധികം വലുതാക്കി കൊണ്ടുവരാൻ സാധിക്കുന്ന ബിസിനസ് എൻറ്റിറ്റീസിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരെയാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇൻ ഇന്ത്യ. MSME, എമ്മിൽ 1 crore കുറവ് ടേൺ ഓവർ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെന്റിൽ 1 crore കുറവായിരിക്കണം. അതേപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ ലിമിറ്റ് 5 crore കുറവാണെങ്കിൽ അത്തരം എൻറ്റിറ്റീസിനെയാണ് നമ്മൾ മൈക്രോ ബിസിനസ് വിളിക്കുന്നത്. സ്മോൾ എന്ന് പറഞ്ഞാൽ 1 crore 10 crore ഇടയിലാണ് ഇൻവെസ്റ്റ്മെന്റ്. ആനുവൽ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് 5 crore 50 crore ഇടയിലാണെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രി. ദെൻ മൂന്നാമത്തെ കാറ്റഗറി മീഡിയം ഇൻഡസ്ട്രി. 10 crore കുറവാണ്, 10 crore കൂടുതലാണ്. എന്നാൽ 50 crore കുറവ് വരുവാണെങ്കിൽ അതിനെയാണ് മീഡിയം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 crore 250 crore ഇടയിലായിരിക്കണം. ഓക്കെ. ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ MSME കാറ്റഗറിയിൽ വരില്ല. ഇനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഓൺഡ് ബൈ 1 person, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഈസി ടു സ്റ്റാർട്ട്. പാർട്ണർഷിപ്പ് ഫെയിം 2 to 50 persons ആണ് വേണ്ടത്. ഗവേൺഡ് ബൈ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 9. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പുതിയതുണ്ടോ? പല കാര്യങ്ങളും മാറ്റങ്ങൾ വരിക. പാർട്ണർഷിപ്പ് ആക്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്ഡേഷൻസ് നോക്കുക. ഇപ്പോൾ ഇവൻ ഇൻകം ടാക്സ് ആക്ട് ഒക്കെ പുതിയ ആക്ട് വന്നല്ലോ, അതുപോലെ
ഇല്ല, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 തന്നെയാണ്. ഓക്കെ, ദർ വേർ സം ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ LLP ആക്ട് ഒക്കെ വന്നതിന് ശേഷം ഇതുവരെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്ന LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്, കമ്പനിയുടെ ബെനിഫിറ്റും അതേപോലെ തന്നെ എന്ത് വേണം, പാർട്ണർഷിപ്പിന്റെ ബെനിഫിറ്റും കമ്പൈൻ ചെയ്യുന്ന സിറ്റുവേഷനാണ്. കമ്പനിയുടെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസും അതേസമയം പാർട്ണർഷിപ്പിന്റെ ബെനിഫിറ്റും. പാർട്ണർഷിപ്പിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. ആ അൺലിമിറ്റഡ് ലയബിലിറ്റി ഇവിടെ ഒഴിവാകുന്നു, ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സംഭവിക്കുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, നോ പബ്ലിക് ഷെയർ ഇഷ്യൂ. അതില്ലെങ്കിൽ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാത്ത കമ്പനികൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ റേസ് ഫണ്ട്സ് ത്രൂ പബ്ലിക് ഇഷ്യൂ, റിക്വയർസ് 3 directors, 7 shareholders minimum. അടുത്ത ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ബേസിക് എലമെന്റ്സിലേക്ക് വരുമ്പോൾ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടാവണം. ഓഫർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ വിൽക്കാൻ റെഡിയാണെന്ന് നിങ്ങൾ അറിയിക്കുന്നു, അത് ഓഫറാണ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണ്, ശരിയാണ്, എൻ്റെ കാറ് 1 lakh rupees വാങ്ങാൻ നിങ്ങൾ തയ്യാറാണ് എന്നെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് അക്സെപ്റ്റൻസ് ആയി. ഓഫറും അക്സെപ്റ്റൻസും വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? അതൊരു എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെന്റിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി, നിയമപരമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് ആ എഗ്രിമെന്റിന് നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. സോ ഒരു കോൺട്രാക്റ്റിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ് ഉണ്ടാവണം. അതിന് ലോഫുൾ ആയിട്ടുള്ള നിയമപരമായുള്ള കൺസിഡറേഷൻ ഉണ്ടാവണം. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു കൺസിഡറേഷൻ ഉണ്ടാവണമെന്ന് മാത്രമാണ്, അല്ലാതെ ഇത്ര കൺസിഡറേഷൻ വേണമെന്നുള്ളതല്ല. ഓക്കെ, ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവണം. ദെൻ പിന്നെ കപ്പാസിറ്റി ടു കോൺട്രാക്ട്, അതായത് മൈനർ ആകാൻ പാടില്ല. കപ്പാസിറ്റി ഓഫ് കോൺട്രാക്ട് ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു മൈനർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പിന്നെ അൺസൗണ്ട് പേഴ്സൺ ആകാൻ പാടില്ല, സൗണ്ട് അല്ലാത്തൊരു വ്യക്തി ആവരുത്. പിന്നീടുള്ളത് എന്താണ്? എ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, നിയമപരമായിട്ട് ഒരു ഇൻഡിവിജ്വലിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഇൻസോൾവെന്റ് ആയി, അങ്ങനെയുള്ള വ്യക്തികൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അതാണ് എസെൻഷ്യൽസിൽ വരുന്നത്. പിന്നെ വരുന്നത് ഫ്രീ കൺസെന്റ്. അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ, നിങ്ങളുമായിട്ട് ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൺസെന്റ് നേടിയെടുത്തിരിക്കുന്നത് ഫ്രീ കൺസെന്റ് ആയിരിക്കണം. അതായത് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് കൊയേഷനിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തിയോ മിസ്റെപ്രസെന്റേഷൻ നടത്തിയോ ഫ്രോഡ് നടത്തിയോ ഒന്നും ആവരുത് എന്നുള്ളതാണ്. അങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ എന്താണ്, ഇത്തരത്തിൽ ഫ്രീ കൺസെന്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യുവാണ്, നിങ്ങളെ ഞാൻ കെട്ടിയിട്ട് നിർബന്ധിച്ചിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയത് നിങ്ങൾ പ്രൂവ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഹാവ് ദി റൈറ്റ് ടു വിഡ്രോ. അതാണ് ആക്ച്വലി വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. നിങ്ങൾക്ക് കോൺട്രാക്റ്റിനെ വോയിഡാക്കി മാറ്റാം, പക്ഷേ നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് അതർ. എനിക്ക് കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനോ കോൺട്രാക്റ്റിനെ പറ്റി ഇനി ചിന്തിക്കാനോ പറ്റില്ല. മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശം എനിക്കുണ്ടാവില്ല. നിങ്ങൾക്ക് പക്ഷേ വേണമെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. അതിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട്. അത് കൺസെന്റ് ഫ്രീ അല്ല എന്നുള്ള സാഹചര്യത്തിലാണ് വോയിഡബിൾ കോൺട്രാക്ട് വരുന്നത്. ദെൻ വോയിഡ് കോൺട്രാക്ട് വിച്ച് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമപരമായിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കാത്ത കോൺട്രാക്റ്റിനെ വോയിഡ് കോൺട്രാക്ട് എന്ന് വിളിക്കാം. ദെൻ ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ റിയൽ കോൺട്രാക്റ്റ് അല്ല. ഇത് ആക്ച്വലി റിയൽ കോൺട്രാക്ട് അല്ല. രണ്ട് പാർട്ടി തമ്മിലുള്ള കോൺട്രാക്ട് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ലൈക്ക് നമുക്കൊരു ഗുഡ്സ് കളഞ്ഞു കിട്ടുവാണ്, ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയും. നമുക്ക് ഒരാളുടെ മാല വഴി കിടന്ന് കിട്ടി, നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പാടില്ല. ബിക്കോസ് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് ഒറിജിനൽ ഓണറുടെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം, അല്ലേ? അല്ലാതെ നമ്മുടെ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം നമ്മളാകും പ്രതി. ഇതാണ് ക്വാസി കോൺട്രാക്ട് തരുന്നത്. നോട്ട് ആക്ച്വൽ കോൺട്രാക്ട് ഇമ്പോസ്ഡ് ടു പ്രിവെന്റ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്. അൺജസ്റ്റ് ആയിട്ടുള്ള എൻറിച്ച്മെന്റ് പ്രിവെന്റ് ചെയ്യാനാണ് ഇത് വരുന്നത്. ദെൻ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എവിടെയാണ് ഇല്ലാതാവുന്നത്? ഒന്നെങ്കിൽ പെർഫോമൻസ്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് പാർട്ടി അഗ്രി ചെയ്യുന്നു മ്യൂച്വൽ കൺസെന്റോട് കൂടി, രണ്ട് പാർട്ടി ഇനി കോൺട്രാക്റ്റുമായി മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചാൽ. ഇമ്പോസിബിലിറ്റി, ഇനി ആ കോൺട്രാക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ലൈക്ക് നമ്മൾ കാറിന് വേണ്ടി ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തല്ലോ, ആ കാർ കത്തിപ്പോയെന്ന് വിചാരിക്കുക, കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും കോൺട്രാക്ട് ഇല്ലാതാവുന്നു. ബ്രീച്ച്, ഏതെങ്കിലും ഒരു പാർട്ടി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തില്ല എങ്കിൽ അവിടെയും കോൺട്രാക്ട് ഇല്ലാതാകും. ദെൻ കമ്പനി ലോയുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അറിയാലോ, കമ്പനിയുടെ എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ്സും സ്കോപ്പും എല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇന്റേണൽ റൂൾസും മാനേജ്മെന്റ് പോളിസീസ് എല്ലാം വരുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. പ്രോസ്പെക്ടസ് ഇസ് എ പബ്ലിക് ഡോക്യുമെന്റ് ഇൻവൈറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്. അത് പബ്ലിക് കമ്പനീസിന് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ഇൻവെസ്റ്റ്മെന്റ് ഇൻവൈറ്റ് ചെയ്യുന്ന പബ്ലിക് ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്.
ദെൻ കംസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എന്ത് കിട്ടിയിട്ടുണ്ടാകണം? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ലീഗൽ റെക്കഗ്നിഷൻ ആണ്, കമ്പനി ഫോം ചെയ്തു എന്നുള്ളതിന്റെ ലീഗൽ റെക്കഗ്നിഷൻ ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPRമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകൾ. ഒന്ന് പേറ്റന്റ് ആണ്. പേറ്റന്റ് എവിടെ ആർക്കാ കൊടുക്കുന്നത്? പുതുതായിട്ടുള്ള ഇൻവെൻഷൻസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പ്രോസസ്സുകൾ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് 20 വർഷത്തേക്കാണ് പേറ്റന്റ് കിട്ടുന്നത്. കോപ്പിറൈറ്റ് ലിറ്റററി, ആർട്ടിസ്റ്റിക്, മ്യൂസിക്കൽ ഓർ സോഫ്റ്റ്വെയർ വർക്ക്സിനാണ് കോപ്പിറൈറ്റ് കിട്ടുന്നത്. ഓതറിന്റെ ജീവിതകാലം മൊത്തം കോപ്പിറൈറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ 60 വർഷം. ഇതായിരിക്കും കോപ്പിറൈറ്റിന്റെ ടൈം പീരീഡ്. ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, ലോഗോ ഓർ സ്ലോഗൻ ആണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. 10 ഇയേഴ്സ് ആണ്, 10 വർഷമാണ് ട്രേഡ് മാർക്കിനുള്ള അവകാശം. അത് 10 വർഷം കഴിയുമ്പോൾ നമുക്ക് റിന്യൂ ചെയ്യാം. ഓക്കെ, എത്ര നാളുകൾ വേണമെങ്കിലും. ഇപ്പോൾ കമ്പനികളുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് അവർ ഓരോ 10 വർഷം കഴിയുമ്പോൾ റിന്യൂ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഡിസൈൻ, എസ്തെറ്റിക്, ഷേപ്പ് ആൻഡ് കോൺഫിഗറേഷൻ. അതാണ് ഡിസൈൻ. ഡിസൈൻസിനുള്ള ടൈം പീരീഡും 10 വർഷമാണ്. 10 വർഷം കഴിയുമ്പോൾ ഒരു 5 വർഷം എക്സ്ട്രാ നമുക്ക് ആ ഡിസൈൻ എന്ത് ചെയ്യാം? കോപ്പിറൈറ്റ് ചെയ്യാം. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ റീജിയനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റിയാണ്. ലൈക്ക് ഡാർജിലിംഗ് ടീ, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വാൽക്കണ്ണാടി പറയില്ലേ, അത്തരം കാര്യങ്ങൾക്ക് എന്തുണ്ട്? GI ടാഗ് ഉണ്ട്. GI ടാഗ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ആ ഒരു ഏരിയയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. 10 വർഷം ടൈമുണ്ട്, റിന്യൂവബിൾ ആണ്. Then Consumer Protection Act and other business laws. Consumer Protection Act 2019. Rights and remedies of consumers against unfair trade practices. അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന് അഗേൻസ്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും റെമഡീസിനെ പറ്റിയുമാണ് ഈ ഒരു ആക്ട് പറയുന്നത്. പിന്നെ വരുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. 2002 1962 ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ആക്ട് വരുന്നത്. 69 MRTP ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ആക്ട് വന്നത്. മോണോപോളി പ്രിവെന്റ് ചെയ്യുക, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. ദെൻ FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബേസിക് ആക്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു. മുമ്പ് അത് FERA ആയിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട്. അതിനെ മാറ്റിയിട്ടാണ് FEMA വരുന്നത്. ദെൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ലീഗൽ ഫ്രെയിംവർക്ക്, എൻവയോൺമെന്റ് സേഫ് ഗാർഡിന് വേണ്ടിയുള്ള ബിസിനസ് ഇപ്പോൾ ഈ എൻവയോൺമെന്റ് ഹസാർഡസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലീഗൽ ഗാർഡ് എന്നുള്ള രീതിയിലാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. സോ ആക്ടുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം പേപ്പർ വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് റെഗുലേറ്റ്സ് വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിലെ വർക്കിംഗ് കണ്ടീഷൻസിനെ പറ്റിയാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മാനേജ്മെന്റ് ഏരിയയിൽ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓരോ ടോപ്പിക് ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ യു മസ്റ്റ് ഗോ ത്രൂ ദിസ് ടുഡേ ആൻഡ് നാളെ എക്സാമിനേഷൻ ചെല്ലുന്നതിന് മുമ്പ് ഇത് പൂർണ്ണമായിട്ടും നോക്കുക, എല്ലാ കാര്യങ്ങളും. അതിന് അഡീഷണലി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. 2024 ക്വസ്റ്റ്യന് റെപ്പറ്റീഷൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. 24 ക്വസ്റ്റ്യന് സാറിന്റെ ഉണ്ടോ? ഒന്ന് ഷെയർ അത് മറ്റേ ഇവിടെ ഉണ്ട്, ചെയ്ത് മറ്റേ സൈറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത്, ഏതാ? NDL, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു. NDL സൈറ്റിലെല്ലാം നമ്മളെ 2025 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, 2024 100% സർട്ടൻ വിചാരിക്കണ്ട. കഴിഞ്ഞ ഇപ്പോൾ 2 എക്സാമിനേഷൻ പാറ്റേണുകൾ നോക്കുമ്പോൾ അവര് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാട്ടോ, ബിക്കോസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനൊന്നും പാടില്ല. ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് ചിലപ്പോൾ കോടതിയിൽ പോയിട്ട് പിന്നീട് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ കൊമേഴ്സിലും വേറൊരു പേപ്പർ ഇംഗ്ലീഷാന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഈ 2024 ക്വസ്റ്റ്യൻ തന്നെ ബൾക്കായിട്ട് അതേപടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിലും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് മാനേജ്മെന്റും ടോട്ടലി റിലേറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ സെറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ ഒരുപോലെ വന്നെന്നിരിക്കും. ഞാനപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ച് തരാം കേട്ടോ, ഷെയർ ചെയ്ത് തരാം, നോക്കിയാൽ. ശരി, ഓക്കെ, ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.